നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. മലമ്പാമ്പിനെ കൊന്നു കറിവെച്ചയാൾ അറസ്റ്റിൽ. ഇരിഞ്ഞാലക്കുട തളിയക്കോണം ഇലമ്പലക്കാട്ടിൽ രാജേഷിനെയാണ് പാലപ്പള്ളി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. വയനാടിനെ ചേർത്ത് പിടിച്ച് നാട്. ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകി സ്ഥാപനങ്ങളും സംഘടനകളും വ്യക്തികളും. പുതുക്കാട് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ലോറിയിലിടിച്ച് അപകടം, 2 പേർക്ക് പരിക്ക്. പാഴായിയിൽ വയോധികനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. പാഴായി തൈശുവളപ്പിൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതി 5ാം ഘട്ടത്തിന്റെയും ചർമ്മമുഴ പ്രതിരോധ കുത്തിവയ്പ് 2ാം ഘട്ടത്തിന്റെയും തൃക്കൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം തൃക്കൂർ വെറ്ററിനറി ഡിസ്പെൻസറിയിൽ നടന്നു. വേലുപ്പാടം വിശുദ്ധ യൗസേപിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. മലമ്പാമ്പിനെ കൊന്നു കറിവെച്ചയാൾ അറസ്റ്റിൽ. ഇരിഞ്ഞാലക്കുട തളിയക്കോണം ഇലമ്പലക്കാട്ടിൽ കുറുക്കൻ എന്ന് വിളിക്കുന്ന രാജേഷിനെയാണ് പാലപ്പള്ളി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. പാലപ്പള്ളി റേഞ്ച് ഓഫീസർക്ക് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ മലമ്പാമ്പിന്റെ ഇറച്ചി വേവിച്ചു വെച്ചതായി കണ്ടെത്തിയിരുന്നു. തുടർന്ന് രാജേഷിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ മലമ്പാമ്പിന്റെ ഇറച്ചി ശാസ്ത്രീയ പരിശോധനയ്ക്ക് തിരുവനന്തപുരത്തുള്ള രാജീവ് ഗാന്ധി ബയോ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മുമ്പാകെ ഹാജരായ പ്രതിയെ ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പാലപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PD രതീഷ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ TM ഷിഹാസ്, VV ഷിജു, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ EV ബാബു, KV ജിതേഷ് ലാൽ, AM അനുശ്രീ, ജിസ്ന ജെ കാഞ്ഞിരത്തിങ്കൽ, റിസർവ് ഫോറസ്റ്റ് ഓഫീസർ SV ജയൻ, ഫോറസ്റ്റ് ഡ്രൈവർ PB സ്മിനേഷ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വയനാട് പ്രകൃതി ദുരന്ത പുനരധിവാസത്തിനായി കൊടകര ബ്ലോക്കിലെ പെൻഷൻകാർ 10 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട വയനാടിനായി കേരള കർഷക സംഘം മുഖേന 60 പറ നെല്ല് നൽകി വെണ്ടൂർ സ്വദേശിയായ കർഷകൻ. വെണ്ടൂർ സ്വദേശിയും അളഗപ്പനഗർ വെസ്റ്റ് മേഖലാ കമ്മിറ്റി അംഗവും കർഷകനും കൂടിയായ പ്രിൻസ് മഞ്ഞളി വയനാട് പുനരധിവാസത്തിനായി തന്റെ കൃഷിയിടത്തിൽ കൃഷി ചെയ്ത വീട്ടാവശ്യത്തിനായി കരുതിവെച്ച 60 പറ നെല്ലാണ് നൽകിയത്. കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 കോടി രൂപ കൈമാറുന്നതിലേക്കാണ് കർഷകനും തന്റെ പങ്ക് നൽകിയത്. യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മുതൽ മേഖലാ, ഏരിയ, ജില്ലാ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വരെ ധനസമാഹരണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരള കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗവും ജില്ലാ ട്രഷററും കൂടിയായ TA രാമകൃഷ്ണൻ ഏറ്റുവാങ്ങി. ജോഷി C മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം കൊടകര ഏരിയ സെക്രട്ടറി MR രഞ്ജിത്ത്, CPM അളഗപ്പനഗർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി സോജൻ ജോസഫ്, PS വിനോദ്, VK സുബ്രഹ്മണ്യൻ, ആമ്പല്ലൂർ SCB പ്രസിഡന്റ് വർഗീസ് ആന്റണി, MK ശശിധരൻ, മാർട്ടിൻ മഞ്ഞളി, CV ശിവൻ, വിജീഷ് കുമാർ എന്നിവർ സന്നിഹിതരായി. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വരന്തരപ്പള്ളി ഗാലക്സി ക്ലബിന്റെ കൈത്താങ്ങ്. ഗാലക്സി ക്ലബിലെ അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച 1,32,700 രൂപ KK രാമേന്ദ്രൻ MLAക്ക് ക്ലബ്ബ് പ്രസിഡന്റ് ഔസേബ് ചെരടായി കൈമാറി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, വാർഡംഗങ്ങളായ ഷൈജു പട്ടിക്കാട്ടുകാരൻ, ബിന്ദു പ്രിയൻ, ഗാലക്സി ക്ലബ്ബ് സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, ട്രഷറർ PK പീറ്റർ എന്നിവർ സന്നിഹിതരായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പെൻഷൻ തുക നൽകി വയോധികൻ. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കേ കോടാലി അമ്പനോളി സ്വദേശി ജനൻ ആളോനാണ് തന്റെ പെൻഷൻ തുകയായ 2,500 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് തുക ഏറ്റുവാങ്ങി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം സമിതി അധ്യക്ഷൻ VS നിജിൽ, CPM വെള്ളിക്കുളങ്ങര ലോക്കൽ സെക്രട്ടറി PK രാജൻ, വെള്ളിക്കുളങ്ങര സഹകരണ ബാങ്ക് ബോർഡ് അംഗം PS അംബുജാക്ഷൻ, DYFI വെള്ളിക്കുളങ്ങര മേഖലാ സെക്രട്ടറി VD സിനോജ്, കിഴക്കേക്കോടാലി യൂണിറ്റ് ഭാരവാഹി മിഥുൻ എന്നിവർ സന്നിഹിതരായി. വയനാട്ടിലെ ദുരിതബാധിതർക്കായി ധനസഹായം സമാഹരിക്കാൻ നന്ദിപുരത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ മുഴുവൻ അംഗങ്ങളും ഒത്തുചേർന്നു.
യൂണിറ്റ് പ്രസിഡന്റ് KC ഗോപാലൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുമേഷ് നിവേദ്യം, സജിത ഗോപിനാഥ്, സാബു ചെതലൻ, സുനിൽകുമാർ, ബിജു, ലിൻസൺ വരുതുട്ടി, അൽഫോൻസ പൗലോസ്, അരുൺ കുമാർ, സിനി സാബു, ബീന ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി. യൂണിറ്റുകൾ സമാഹരിക്കുന്ന തുക ജില്ലാ കമ്മിറ്റിക്ക് കൈമാറുമെന്ന് സുമേഷ് നിവേദ്യം അറിയിച്ചു. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 2 വീടുകൾ വെച്ചുകൊടുക്കുമെന്ന് കേരള വാട്ടർ അതോറിറ്റി റിട്ടയേർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. പുതുക്കാട് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ലോറിയിലിടിച്ച് 2 പേർക്ക് പരിക്ക്. പുതുക്കാട് നിയന്ത്രണം വിട്ട കാർ ലോറിയിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. KSRTC സ്റ്റാൻഡിന് സമീപം ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. തൃത്താലയിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു കാർ. സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയിൽ ഇടിച്ചതിനു ശേഷം നിയന്ത്രണം വിട്ട കാർ ടോറസിൽ ഇടിച്ച് കയറുകയായിരുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. പാഴായിയിൽ വയോധികനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. പാഴായിയിൽ വയോധികനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. പാഴായി സ്വദേശി തൈശുവളപ്പിൽ 62 വയസ്സുള്ള ഉണ്ണികൃഷ്ണനെയാണ് റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ 5:30 സംഭവം. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതി 5ാം ഘട്ടത്തിന്റെയും ചർമ്മമുഴ പ്രതിരോധ കുത്തിവയ്പ് 2ാം ഘട്ടത്തിന്റെയും തൃക്കൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം തൃക്കൂർ വെറ്ററിനറി ഡിസ്പെൻസറിയിൽ നടന്നു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തുളുക്കാട്ട്, സൈമൺ നമ്പാടൻ, വെറ്ററിനറി സർജൻ സുനിത തോമസ്, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ K ഗിരീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. തുടർ ദിവസങ്ങളിൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് കുത്തിവയ്പ് നടത്തുന്നതായിരിക്കും. കന്നുകാലികളിലെ കുളമ്പ് രോഗത്തെ ചെറുക്കുന്നതിന് 4 മാസമോ അതിനു മുകളിലോ പ്രായമുള്ള പശു, എരുമ മുതലായ എല്ലാ ഉരുക്കളെയും കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതാണെന്നും ചർമ്മമുഴയ്ക്ക് എതിരായ കുത്തിവയ്പ് 4 മാസത്തിന് മുകളിലുള്ള എല്ലാ പശു, കാള എന്നിവ നിർബന്ധമായും എടുക്കേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു. വേലൂപ്പാടം വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിനെ കൊടിയേറി. തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ മോൺസിഞ്ഞോർ ജോസ് വെല്ലൂരാൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വികാരി ഫാദർ ഡേവിഡ് ചിറയത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രിജോ വടക്കേത്തല, കൈക്കാരന്മാരായ ബൈജു വാഴക്കാല, മനോജ് കോഴിക്കുന്നേൽ, പോൾ മഞ്ഞളി, ജോഷി ചിറ്റടി എന്നിവർ നേതൃത്വം നൽകി. ഹിരോഷിമ ദിനത്തിൽ യുദ്ധവിരുദ്ധ സന്ദേശം പകർന്ന വിവിധ പരിപാടികൾ ഒരുക്കി വരന്തരപ്പള്ളി CJMA HS സ്കൂളിലെ വിദ്യാർത്ഥികൾ. യുദ്ധവിരുദ്ധ ഗാനാലാപനം, യുദ്ധവിരുദ്ധ സന്ദേശം പകരുന്ന പ്ലക്കാർഡുകൾ ഏന്തിയുള്ള സന്ദേശ റാലി എന്നിവ നടത്തി. യുദ്ധവിരുദ്ധ പോസ്റ്റർ നിർമ്മാണ മത്സരവും സഡാക്കോ കൊക്ക് നിർമ്മാണ മത്സരവും വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചു. പൊതുപ്രദർശനവും വിദ്യാലയത്തിൽ ഒരുക്കി. പൊതുപ്രദർശനം സെന്റ് ആന്റണീസ് LP സ്കൂൾ പ്രധാന അധ്യാപകൻ KJ സെബി ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി CJMA HS സ്കൂളിലെ പ്രധാന അധ്യാപകൻ ജോവൽ V ജോസഫ്, അധ്യാപകരായ ഷിജു പൊന്നാരി, ജിജു ആന്റണി, ജ്യോതി ജോസഫ്, ബിനു ജോസഫ്, അഖില വിസ്മയ എന്നിവർ നേതൃത്വം നൽകി. ഇന്നും ഒരു ലോക യുദ്ധത്തിന്റെ മുൻപിൽ നമ്മൾ നിൽക്കുകയാണ്. പശ്ചിമേഷ്യയിലെ ലോകത്തിന്റെ മുമ്പിൽ ഒരു യുദ്ധത്തിന്റെ വാതിലേക്ക് നമ്മൾ എത്തി നിൽക്കുക. ഹിരോഷിമ നാഗസാക്കി ദിനം ലോകത്തിൽ ഒരു കറുത്ത ദിനമായിട്ട് ഇന്നും അവശേഷിക്കുകയാണ്. ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മത്സരിച്ച പാനലിലെ മുഴുവൻ അംഗങ്ങളെയും എതിരില്ലാതെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി വർഗീസ് ആന്റണിയെയും വൈസ് പ്രസിഡന്റായി പീറ്റർ പനംകുളത്തുകാരനെയും തെരഞ്ഞെടുത്തു. കൂടാതെ ഭരണസമിതി അംഗങ്ങളായി ഡേവിസ് പുറത്തുകാരൻ, ശശികുമാർ ഇളയത്ത്, ഫീന ടിറ്റോ, KV വിനീഷ്, MN രാകേഷ്, TB രാജേഷ്, AS സുധീഷ്, സജിത, അഞ്ജുഷ ഉണ്ണികൃഷ്ണൻ, ഷെയ്ൻ തുടങ്ങി 13 അംഗ ഭരണസമിതി ചുമതലയേറ്റു. അനുമോദന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ ബാങ്ക് പ്രസിഡന്റ് VK സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി.
PK വിനോദ്, CPM അളഗപ്പ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി, സോജൻ ജോസഫ്, PK ശേഖരൻ, KM ചന്ദ്രൻ, പട്ടണാത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആനന്ദകുമാർ, PV ഗോപിനാഥൻ എന്നിവർ പ്രസംഗിച്ചു. ആമ്പല്ലൂർ വടക്കുമുറിയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. ആമ്പല്ലൂർ വടക്കുമുറിയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5-നായിരുന്നു സംഭവം. പാമ്പിനെ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ വനം വകുപ്പിൽ വിവരം അറിയിക്കുകയായിരുന്നു. 6 അടിയോളം നീളമുള്ള പാമ്പിനെയാണ് കണ്ടെത്തിയത്. വനം വകുപ്പിലെ സ്നേക് റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുരം സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. മലമ്പാമ്പിനെ വനം വകുപ്പിന് കൈമാറി. മൂർക്കനിക്കര കൈനൂർ ചിറയുടെ പരിസര പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രളയം മനുഷ്യ സൃഷ്ടിയാണെന്ന് മണലിപ്പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ ആരോപിച്ചു. കേന്ദ്ര മെട്രോളജി വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ് ഉണ്ടായിട്ടും പീച്ചി ഡാമിൽ നിന്ന് വെള്ളം മുൻകൂട്ടി തുറന്നു വിട്ടില്ലെന്നും ജൂലൈ 27-ന് 77.78 മീറ്റർ വെള്ളമാണ് പീച്ചി ഡാമിൽ ഉണ്ടായിരുന്നത് എന്നും ഇത് റൂൾ കർവ് പ്രകാരം കൂടുതൽ വെള്ളമാണെന്നും ഇത്തരം അവസ്ഥയിൽ ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് വെള്ളം ഒഴുക്കി വിടാതിരുന്നത് അധികൃതരുടെ അനാസ്ഥയാണെന്നും പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ ആരോപിച്ചു. 2018-ൽ ഉണ്ടായ പ്രളയത്തെക്കാൾ കൂടുതൽ വെള്ളമാണ് ഇത്തവണ പല സ്ഥലങ്ങളിലും കയറിയത് എന്നും കൈനൂർ ചിറയിൽ സ്ലൂയിസ് റെഗുലേറ്റർ സ്ഥാപിക്കുമെന്ന് പറഞ്ഞെങ്കിലും നടപ്പായില്ലെന്നും കഴിഞ്ഞ 15 വർഷത്തോളമായി പുഴയിൽ അടിഞ്ഞുകൂടിയ മണലും മാലിന്യങ്ങളും നീക്കി പുഴയുടെ ഒഴുക്ക് സുഗമമാക്കണമെന്നും ഇത്തരം ദുരിതം ഇനി വരും വർഷങ്ങളിലും ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കൊല്ലൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ K. രവി, VA കൃഷ്ണൻ, KR വിശ്രുതാക്ഷൻ, KK മല്ലിക, R. സുനന്ദൻ, വത്സല ശിവദാസ്, ദിവാകരൻ ചുക്കത്ത് എന്നിവർ പങ്കെടുത്തു. കൈനൂർ ചിറയുടെ പരിസര പ്രദേശങ്ങൾ, അതായത് മൂർക്കനിക്കര സെന്റർ പോലെയുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രളയം തീർത്തും ഒരു മനുഷ്യനിർമ്മിത പ്രളയമാണ്. കൃത്യമായി ഡാം മാനേജ്മെന്റ് ഡാമിൽ ഇത്ര വെള്ളം സംഭരിക്കുമ്പോൾ ഇത്ര അധികം വരുമ്പോൾ അതനുസരിച്ച് തുറന്ന് വിടാതെയാണ് ഇത്തരം ഒരു സംഭവങ്ങൾ. അത് കൃത്യമായി ഡാം മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം പ്രളയം ഇവിടെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ജനങ്ങൾ ഈ നാട്ടിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് പാർക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. എൻ്റെ വീട് നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ ചുറ്റുപാടിൻ്റെ മുകളിലേക്കായി കണ്ടോ, വീട്ടിലെ 3 ഭാഗം മതിലും പോയി. അപ്പോൾ അതുപോലെ എല്ലാവർക്കും ഈ ബുദ്ധിമുട്ട് എല്ലാ വീട്ടിലും ഇങ്ങനെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിലെ യൂത്ത് CLC, BDK തൃശൂരിന്റെയും തൃശൂർ ജനറൽ ഹോസ്പിറ്റലിന്റെയും ചെങ്ങാലൂർ വിഭവ കാറ്ററിംഗ് സർവീസിന്റെയും സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ജിജോ മുരിങ്ങാത്തേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഗ്ലിസിൻ പിയൂസ്, ഡീക്കൻ സനു, CLC ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പിൽ 57 പേർ രക്തം ദാനം ചെയ്തു. തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 4 വർഷത്തെ സേവനത്തിന് ശേഷം ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകുന്ന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുപമയ്ക്ക് തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസും പാലിയേറ്റീവ് വോളണ്ടിയർമാരുടെ ഉപഹാരം മുതിർന്ന പാലിയേറ്റീവ് അംഗം ശങ്കരനാരായണനും കൈമാറി. പാലിയേക്കര ചിറ്റിശ്ശേരി ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഞായറാഴ്ച നടക്കും. ഇല്ലം നിറയും രാവിലെ 8-ന് ഗജപൂജയും 8:30-ന് ആനയൂട്ടും ഉണ്ടായിരിക്കും. കാലാവസ്ഥ: കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത ബിരുദാനന്തര ബിരുദം. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം വ്യാഴാഴ്ച രാവിലെ 11-ന് എഴുത്തുപരീക്ഷയ്ക്കും അഭിമുഖത്തിനും കോളേജിൽ ഹാജരാകണം. ഫോൺ 04884 254484. വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ മാനസിക രോഗികളായ തടവുകാരെ നോക്കുന്നതിനായി ദിവസവേതനാടിസ്ഥാനത്തിൽ വിമുക്ത ഭടന്മാരെ നിയമിക്കുന്നു. 89 ദിവസത്തേക്കായിരിക്കും നിയമനം. അപേക്ഷകൾ സൂപ്രണ്ട് അതീവ സുരക്ഷാ ജയിൽ, വിയൂർ, തൃശൂർ എന്ന വിലാസത്തിലോ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ, ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ്, പൂത്തോൾ എന്ന വിലാസത്തിലോ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0487 238 4037. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6390 രൂപയും പവന് 51,120 രൂപയും രേഖപ്പെടുത്തി. മണ്ണമ്പേട്ട കോരമ്പത്ത് പറമ്പിൽ ചന്ദ്രൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാധയാണ് ഭാര്യ. രഞ്ജിത്ത്, രമ്യ എന്നിവർ മക്കളും ജിനേഷ് മരുമകനുമാണ്.
മണ്ണമ്പേട്ട ആലപ്പാട് പൊന്തേക്കൻ വറീദ് ഭാര്യ റോസി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജോൺസൺ, വർഗീസ്, ജോസഫ്, റോസിലി, സെബി, തോമസ് എന്നിവർ മക്കളും മേരി, ഉഷ, ആനി, ഫ്രാൻസിസ്, സിമി, ജിൻസി എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര മുത്രത്തിക്കര പൊറ്റക്കൽ മുരളി ഭാര്യ രതി അന്തരിച്ചു. 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രശ്മി, രോഷ്നി എന്നിവർ മക്കളും അനൂപ്, ലിഗേഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. മലമ്പാമ്പിനെ കൊന്നു കറിവെച്ചയാൾ അറസ്റ്റിൽ. ഇരിഞ്ഞാലക്കുട തളിയക്കോണം ഇലമ്പലക്കാട്ടിൽ രാജേഷിനെയാണ് പാലപ്പള്ളി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. വയനാടിനെ ചേർത്ത് പിടിച്ച് നാട്. ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകി സ്ഥാപനങ്ങളും സംഘടനകളും വ്യക്തികളും. പുതുക്കാട് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ലോറിയിലിടിച്ച് അപകടം. 2 പേർക്ക് പരിക്ക്. പാഴായിയിൽ വയോധികനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. പാഴായി തൈശുവളപ്പിൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ കുളമ്പുരോഗ നിയന്ത്രണ പദ്ധതി 5ാം ഘട്ടത്തിന്റെയും ചർമ്മമുഴ പ്രതിരോധ കുത്തിവയ്പ് 2ാം ഘട്ടത്തിന്റെയും തൃക്കൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം തൃക്കൂർ വെറ്ററിനറി ഡിസ്പെൻസറിയിൽ നടന്നു. വേലുപ്പാടം വിശുദ്ധ യൗസേപിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.